പ്രിയമുള്ളവരെ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന കോന്നി ആനക്കൂടിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആനക്കൂട്ടിൽ ആനകളെ കാണുന്നതിനും കുട്ടികളുടെ പാർക്ക് ഉപയോഗിക്കുന്നതിനും 2 വീലർ 4 വീലർ പാർക്കിങ്ങിനും എല്ലാം കൂടി ഒരൊറ്റ ബില്ലാണ് തരുന്നത്. കൊച്ചുകുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ആനക്കൂടിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കൊച്ചയ്യപ്പനെ കാണാൻ പറ്റും. അവൻ മഹാവികൃതിയാണെന്ന് കണ്ടാലേ അറിയാം. നമ്മളെ കാണുമ്പോൾ അവൻ തുമ്പിക്കൈയും കൊണ്ട് ഓരോ വികൃതികളൊക്കെ കാണിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അവനെ കാണാനൊക്കെ കൊണ്ട് ഒരു ഓമനത്വമൊക്കെ തോന്നും. അവന് കുളിക്കാനും കളിക്കാനും എല്ലാം കൂടി ഒരു കൽത്തൊട്ടിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആന മ്യൂസിയത്തിലേക്കാണ്. ആന മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പടവുകൾക്ക് സൈഡിലായിട്ട് ചെറിയൊരു ആമ്പൽക്കുളവും ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു ആനയുടെ പ്രതിമയും കാണാം. ഈ ആനക്കൂടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പലതരത്തിലുള്ള ആനയുടെ പ്രതിമകൾ കാണാൻ പറ്റുന്നതാണ്. ആന മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊച്ചൊരു കുട്ടി ആനയുടെ പ്രതിമയുണ്ട്. അതിൻ്റെ അരികിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാമേ. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലിയൊരു ഗജരാജൻ്റെ പ്രതിമ. നമ്മൾ ആദ്യം കാണുമ്പോൾ ഓർക്കും അതിനകത്ത് ഒരു ആന നിൽക്കുകയാണെന്ന്. ഒരാനയുടെ അത്രയും വലുപ്പമുണ്ട് ആ ഒരു പ്രതിമയ്ക്ക്. ഇത് ആന മ്യൂസിയമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആനപിടുത്തം, ആനയെ വാരിക്കുഴിയിൽ നിന്നും കൊണ്ടുവരുന്ന, ആനക്കൂട്ടിലാക്കാൻ കൊണ്ടുവരുന്ന പഴയ രീതികൾ ഒക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ചെറിയൊരു ഗ്ലാസിൻ്റെ പ്രിസം പോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എല്ലാം ആനയെ കൊണ്ടുവരുന്നതും കൂട്ടിലാക്കുന്നിടം വരെയുള്ള എല്ലാ ഭാഗവും കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് അത് കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആനയുടെ ശരീരത്തിനുള്ളിലുള്ള അസ്ഥികളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭാഗങ്ങൾ, ആനയുടെ ശരീരഭാഗങ്ങൾ നമ്മളെ കാണിക്കാനും കൊണ്ട് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ആനയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും എല്ലാമുണ്ട്. കുറേയധികം നമുക്ക് നടന്ന് കാണാം. കൂടാതെ ചുറ്റിലും ഒരുപാട് ആനയുടെ ഓരോ ഭാഗങ്ങളെ വിവരിക്കുന്ന ചുമർ ചിത്രങ്ങളും ഉണ്ട്. മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന മ്യൂസിയത്തിലെ പോലെ ഇത് ആനയെ സംബന്ധിക്കുന്ന ഐറ്റംസാണ്. എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അതിനടുത്തായിട്ട് എല്ലാം വിശദമായിട്ട് എഴുതി ചെറിയ ചെറിയ ബോർഡിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്കത് വായിക്കുമ്പോൾ തന്നെ ഇന്ന ഭാഗങ്ങളാണെന്ന് മനസ്സിലാകും. ഇത് ആനയുടെ മുട്ടാണ്, മുട്ടിലെ ചിരട്ടയാണ്. ഇത് ആനത്തോട്ടി. ഇത് വലിയൊരു ആനയുടെ അസ്ഥികൂടം അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരുപാട് പഴക്കം ചെന്നതാണെന്ന് തോന്നുന്നു. അതിനടിയിലായിട്ട് 2 ആനക്കൊമ്പും വെച്ചിട്ടുണ്ട്. നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയൊരു മ്യൂസിയമാണ് ഇത്. കണ്ടില്ലേ, ഒരുപാട് ചുവർ ചിത്രങ്ങൾ ഈ മ്യൂസിയത്തിൽ നിറയെ ഉണ്ട്. നമ്മൾക്കത് ഓരോന്നും വായിച്ചും കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കാം. സൈഡിലായിട്ട് ഒരു ആനക്കൂട്ടത്തിൻ്റെ വലിയൊരു പിക്ചറുണ്ട്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ആനക്കൂട്ടം ഇളകി വരുന്നത് പോലെ തോന്നും. ഓരോ പിക്ചറിൻ്റെ സൈഡിലായിട്ട് അതിനെ സംബന്ധിക്കുന്ന വിവരണങ്ങളുമുണ്ട്. ഓരോ ഫോട്ടോയും എങ്ങനെയൊക്കെയാണ് ആ ഫോട്ടോ എന്നൊക്കെയുള്ള വിവരണങ്ങളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പ്രകൃതി നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ന ഒരു ഭാഗത്തേക്കാണ്. നമ്മുടെ പരിസരത്തും വനപ്രദേശങ്ങളിലും ഒക്കെ കാണുന്ന ഒരുപാട് പക്ഷികൾ, അവർ ചിലയ്ക്കുന്നത്, അവരുടെ സംസാരം, അതൊക്കെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓരോ പക്ഷികളുടെയും സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓരോ പക്ഷിയുടെയും ഭാഗത്ത് ഒരു ലൈറ്റ് കത്തും. അതിൻ്റെ പേരുകൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇന്ന പക്ഷിയാണെന്ന് മനസ്സിലാകും. ചില പക്ഷികളെ നമ്മൾക്ക് അറിയാമെങ്കിലും അതിൻ്റെ പേരുകൾ അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലെഴുതി വെച്ചിരിക്കുന്നത് വലിയൊരു ഉപകാരമാണ്. അതുങ്ങളുടെ സൗണ്ട് കേട്ട് നമുക്ക് അതും ആസ്വദിക്കാനുള്ള ഒരു ഭാഗം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ധാരാളം
ചുവർ ചിത്രങ്ങൾ സൈഡിലായിട്ടുണ്ട്, സൈഡിലെ ഭിത്തിയിലുണ്ട്. നമ്മൾക്കത് പതുക്കെ കണ്ട് അതിൻ്റെ ഓരോ വിവരണവും വായിച്ച് മനസ്സിലാക്കി ഇറങ്ങി വരാവുന്നതാണ്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല വരകളാണ്. ചുവർ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സൈഡിലായിട്ട് ഒരു ഷോപ്പുണ്ട്. ജ്യൂസും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാഴ്ചകളൊക്കെ കാണുന്നതിനേക്കാളും പ്രധാനം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതാണല്ലോ. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് അതും ഇവിടെയുണ്ട്. അങ്ങനെ ജ്യൂസോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾക്ക് മുകൾ ഭാഗത്തേക്ക് കടക്കാം. അവിടെയാണ് കരകൗശല വസ്തുക്കൾ കൊണ്ട് ഒരു ചെറിയ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. എലിഫൻറ്റ് ആർട്ട് ഗ്യാലറി എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് ഒരു ആനയുടെ പ്രതിമയുണ്ട്. നമ്മൾ ആനക്കൂട്ടിലോട്ട് കടക്കുന്ന ഭാഗത്തും ആനക്കൂടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ പ്രതിമകൾ, അതും ഓരോ സൈസിലുള്ളതും ഓരോ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെയാണ്. അതൊക്കെ കാണാൻ പറ്റും. ആർട്ട് ഗാലറിയിലേക്ക് കടക്കുമ്പോൾ ഫ്രണ്ട് വശത്തായിട്ട് ആനയെ സംബന്ധിച്ച് ഉള്ള സിനിമകളുടെ ഫോട്ടോയും പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആർട്ട് ഗാലറിക്കുള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ആനയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കരകൗശല വസ്തുക്കൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ആനയുടെ നെറ്റിപ്പട്ടം കാണാം. അതുപോലെ ഓരോ സൈസിലുള്ള ചെറുതും വലുതുമായിട്ടും ഓരോ മെറ്റീരിയൽസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആനയുടെ പ്രതിമകൾ കാണാം. തടിയിൽ ഉണ്ടാക്കിയതുമുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയ ആനയുടെ പ്രതിമകളാണ് ഈ കാണുന്നത്. പത്തനംതിട്ടയ്ക്ക് വെളിയിലുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ ഓരോ മെറ്റീരിയൽസും ഓരോ ടൈപ്പിലുള്ളതുമായിട്ടുള്ള ആനയുടെ രൂപങ്ങളാണ്. ആനയെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാവുന്ന ഒരു വലിയൊരു വര, ഷാജി സീതത്തോടിൻ്റെ വലിയൊരു വര അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തൊണ്ടിലും ചിരട്ടയിലും തെങ്ങിൻ തടിയിലും ഒക്കെ തീർത്ത കുറേയധികം ആനയുടെ പ്രതിമകളും അവിടെ നമുക്ക് കാണാം. ഒരു ഭാഗത്തായിട്ട് ആനയെപ്പറ്റിയുള്ള രചനകൾ, പുസ്തകങ്ങൾ നിറയെ അടുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ കുറേയധികം പുസ്തകങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അതൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്, സെയിലിന് വേണ്ടി ഉള്ളതല്ല. ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്കെടുക്കാം, ഒരു കുഴപ്പവുമില്ല. കണ്ടില്ലേ, ആനയുടെ വിവിധ രൂപത്തിലുള്ളതും വിവിധ കളറിലുള്ളതും ഒക്കെയുള്ള ഓരോരോ മെറ്റീരിയൽസിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിമകളാണ്. അങ്ങനെ ആർട്സ് ഗാലറിയിൽ നിന്നും ഇറങ്ങി മുകൾ ഭാഗത്തേക്ക് പോകുമ്പോൾ ആനയെ കെട്ടിയിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടെ 3 വലിയ ആനകളാണ് ഉള്ളത്. കുറേയധികം സമയം നമ്മൾക്ക് അവിടെ ചിലവഴിക്കാം. അവിടെ സമയത്തിന് അങ്ങനെ പരിധി ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ കയറി 5 മിനിറ്റിന് ശേഷം തിരിച്ചിറങ്ങണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറേയധികം സമയം അവിടെ ചിലവഴിക്കാം. ടിക്കറ്റ് എടുത്ത് നമ്മൾ അതിനകത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം സമയം അവിടെ കാഴ്ചകൾ കാണുകയോ തണലത്തിരിക്കുകയോ, മരങ്ങളൊക്കെ ഉണ്ട്, മരങ്ങളുടെ ചുവട്ടിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. കുട്ടികളെ കൊണ്ട് പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഈ ആനയുടെ ആ ഫ്രണ്ടിലുള്ള വേലി, അതിന് കുറേയധികം ഗ്യാപ്പുണ്ട്. കുട്ടികൾക്കൊക്കെ അതിൽ കൂടി ഇറങ്ങാം. അപ്പോൾ അത് കുട്ടികളെ കൊണ്ട് പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ നമുക്ക് ദൂരെ നിന്ന് ആനയെ കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ആനയുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ധാരാളം തീറ്റികൾ അവർക്കെല്ലാം കൊടുത്തിരിക്കുന്നു. പുല്ലാണെന്ന് തോന്നുന്നു. നിറയെ തീറ്റികൾ പറിച്ചിട്ടിരിക്കുന്നു.
നമ്മുടെ ആനക്കൂട്ടിൽ വരാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാവുന്നതാണ്. ഒരുപാട് ചിലവുകളൊന്നുമില്ല, ഒരുപാട് തിരക്കുമില്ല. നമ്മൾക്ക് ആവശ്യം പോലെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ ആനകളെയൊക്കെ കണ്ട് താഴ്ഭാഗത്തേക്ക് തിരിച്ച് നടക്കുമ്പോൾ നല്ല തണലൊക്കെയുള്ളൊരു ഭാഗം കണ്ടു. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അശോകവനം എന്നാണ് എഴുതിയിരുന്നത്. അപ്പോഴാണ് ശ്രദ്ധിച്ചത് നിറയെ അശോക തെറ്റികളാണ്. അതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾക്ക് ഇരിക്കാനെ കൊണ്ട് ഇരിപ്പിടമൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. നല്ല തണലും നല്ല അന്തരീക്ഷവുമാണ്. ഞങ്ങൾ കുറേയധികം സമയം അവിടെ ഇരുന്നു. രണ്ടുപേരും എന്തിനോ പിണങ്ങിയിരിക്കുകയാണ്. നമ്മൾ നടന്നു നീങ്ങുന്ന ഓരോ ഭാഗത്തും ഓരോരോ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആനക്കൂടിൻ്റെ ചരിത്രവും ആനയെ സംബന്ധിക്കുന്ന വിവരങ്ങളുമൊക്കെയാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. കുട്ടികൾ കളിക്കുമ്പോഴേക്കും നമ്മൾക്കതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇത് കുറേയധികം ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. എടുത്തു പറയേണ്ട കാര്യം, പ്രായിക്കര പാപ്പാൻ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് സെറ്റാണ് ഇത്. സിനിമയിൽ പല ഭാഗത്തും നമുക്ക് ഈ ഒരു പാർക്കുള്ള ഭാഗം കാണാം. കൂടാതെ കൊച്ചയ്യപ്പൻ നിൽക്കുന്ന ആനക്കൂടൊക്കെ കാണാൻ പറ്റും. ബാക്കിയൊക്കെ അതിനുശേഷം പുരോഗമിച്ച ഭാഗങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാകത്തില്ല. ഈ ഒരു ഭാഗം കണ്ടാൽ മനസ്സിലാകും. റോഡിനോട് ചേർന്ന് ആ മതിലും ഭാഗങ്ങളും ഒക്കെ ആ സിനിമയിൽ ഉള്ളതാണ്. ഊഞ്ഞാലാടാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഒരു വലിയ ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്കൊക്കെ കയറി ആടാം. വലിയവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ആടാവുന്നതാണ്. കുറേ അധികം സമയം നമ്മൾക്ക് എൻജോയ് ചെയ്യാനുള്ളതെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നഷ്ടവുമില്ല. നമ്മൾ ആ ടിക്കറ്റ് എടുത്താൽ ഒരു നഷ്ടവുമില്ല. പോകാത്തവർ ഒന്ന് പോയി എൻജോയ് ചെയ്യുക. അവധി ദിവസങ്ങളിലുണ്ട്. തിങ്കളാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ആനക്കൂട് ഓപ്പണിംഗ് അല്ലാത്തത്. വനവിഭവങ്ങളുമായി വനശ്രീ എന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ വനവിഭവങ്ങളായ കുന്തിരിക്കം, തേൻ, അതുപോലെയുള്ള എല്ലാ ഐറ്റംസും കിട്ടുമെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങാവുന്നതാണ്. മെഡിസിനൽ പ്ലാന്റുകളുടെ കുറേയധികം കളക്ഷൻസ് ഉണ്ട്. അതും ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കയറി കാണാവുന്നതാണ്. അങ്ങനെ ആനക്കൂട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മുഖം നോക്കി വരയ്ക്കാൻ ചിത്രം വരച്ചു തരാം എന്ന് ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചിത്രങ്ങളൊക്കെ വരച്ചു തരും. ഞങ്ങൾ ചിത്രമൊന്നും വരച്ചില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ്. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആനക്കൂട്ടിൽ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറേയധികം സമയം എൻജോയ് ചെയ്ത് പോവുക.